സി ശോഭിത, മുൻ നിയമസഭ കക്ഷി നേതാവ് കോർപ്പറേഷനിലെ, നിങ്ങളൊക്കെ ഉള്ള സമയത്തായിരിക്കുമല്ലോ 2 വർഷം മുമ്പ് ഈ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് ഒരു തീരുമാനമായി. എന്തായിരുന്നു അക്കാര്യത്തിൽ സംഭവിച്ചത്? അന്ന് എന്റെ ഓർമ്മയിൽ 8ഓളം കെട്ടിടമാണെന്നാണ് അതിന് ഫയലിൽ പരിശോധിച്ചാൽ ശരിക്കും പറയാം. 8ഓളം കെട്ടിടങ്ങൾ ഇതുപോലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും അപകടകരമായ കെട്ടിടങ്ങളാണ് പൊളിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പൊ പൊളിച്ച സെൻട്രൽ മാർക്കറ്റ് പൊളിക്കാൻ ധൃതിയുണ്ട്. റെസ്റ്റ് ഹൌസ് ബിൽഡിംഗുമായി ബന്ധപ്പെട്ട് അന്ന് കൌൺസിലിൽ അജണ്ട വന്ന സമയത്ത് ഹെൽത്തിയായ ആരോഗ്യകരമായ കെട്ടിടമാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത AEA കൌൺസിലിൽ ശകാരിക്കുന്ന സാഹചര്യമുണ്ട്. പോരാത്തതിന് സെൻട്രൽ മാർക്കറ്റ് കെട്ടിടത്തിന് കേവലം 19 വർഷമായിട്ടേ ഉള്ളൂ. 19 വർഷമായ സെൻട്രൽ മാർക്കറ്റ് കെട്ടിടം പൊളിക്കാൻ വേണ്ടി ഉള്ള തിടുക്കുണ്ട്. അപ്പൊ ഈ ഭരണസമിതി ഈ അപകടകരമായ കെട്ടിടങ്ങൾ പൊളിക്കുന്ന കാര്യത്തിൽ വരെ രാഷ്ട്രീയ ലാഭമാണ് നോക്കിയത്. അവിടെ 72 വർഷം പഴക്കമുള്ള മറ്റൊരു ബിൽഡിംഗ് അതിനോട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അപകട സാഹചര്യമോ ഒന്നും മുൻനിർത്തിയല്ല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയ താല്പര്യവും മറ്റ് കച്ചവട താല്പര്യവും മുൻനിർത്തിയാണ് ഈ അപകടകരമായ കെട്ടിടങ്ങൾ പൊളിക്കുന്ന കാര്യത്തിൽ തീരുമാനമായതാണ്. എന്തുകൊണ്ട് ഇതിന് പ്രയോറിറ്റി നൽകി ആദ്യമേ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. മറ്റു കച്ചവടക്കാരൊക്കെ പറയുന്നു അവിടെ ഈ ശ്രീ ഗണേശ് ട്രേഡേഴ്സ് ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന് 1 മാസം മുമ്പാണ് ലൈസൻസ് കൊടുത്തതെന്നാണ്. ഇത്ര ഫിറ്റ് അല്ലാത്ത ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഒരു സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്തത് എങ്ങനെയെന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും പല ഭാഗത്തുനിന്ന് ഉദ്യോഗ തലത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ശരിയാവണ്ണം നടപടി ഉണ്ടാവുന്നില്ല? ഒരാൾക്കെതിരെ ഒരു ഉദ്യോഗസ്ഥനായാലും ഒരു വീഴ്ച എടുത്താൽ നടപടി ഉണ്ടാവാത്ത ഒരു കോർപ്പറേഷൻ ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് മൊഫീസിൽ ബസ് സ്റ്റാൻഡിൽ പോലും അത്രയും വലിയ തീപിടുത്തം ഉണ്ടായ ശേഷമല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും ഫലത്തിൽ കണ്ടതായി. തീർച്ചയായിട്ടും ഇപ്പൊ ഈ കഴിഞ്ഞ കൌൺസിലിൽ നമ്മൾ കണ്ടതാണ്. ഒരു പരാതി ഒരു ഉദ്യോഗസ്ഥൻ മാസങ്ങളോളം ലോഗിനിൽ വെച്ച് കഴിഞ്ഞാലും അയാൾക്കെതിരെ ഒരു നടപടിയില്ല. നമുക്കറിയാം തീപിടുത്തങ്ങൾ ആവർത്തിച്ച് വരുന്ന അവസരത്തിലും അവിടെയും നടപടിയില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ജീവനുകൾ ഓരോ വർഷം ഇവരുടെ നിരുത്തരവാദപരമായ വീഴ്ച കൊണ്ട് പൊലിഞ്ഞു പോവുകയാണ്. ശക്തമായ രീതിയിൽ ഇതിനെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇനിയെങ്കിലും ഇതിൽ അമാന്തം ഉണ്ടാവരുത്. ഏറ്റവും ഗൌരവതരമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. KC ശോഭിത മലാപ്പറമ്പിൽ നിന്നുള്ള കൌൺസിലർ കൂടിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ത്രിവേണി ബിൽഡിംഗ് അതാണ് പൊളിക്കാൻ പോവാ. അത് 2 വർഷം മുമ്പ് പൊളിക്കാൻ ഉത്തരവായ കെട്ടിടമാണെന്ന് പറയുന്നു. BJPയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടേക്ക് നമ്മളുടെ റിപ്പോർട്ടറും ക്യാമറമാനും എത്തുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഇവിടെ പാവപ്പെട്ടവരുടെ ജീവൻ എടുത്തത് നഗ്നമായ നിയമലംഘനം കൊണ്ടാണ്. മേയറാണ് ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള സകല നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും പ്രത്യേക യോഗം ചേർന്നിട്ട് ഇവർ അനുവാദം കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിന് കാരണം അവർ മറുപടി വരട്ടെ. ഞങ്ങൾ അവരോടാണ് യോജിക്കുന്നത്. കാരണം ബിനിയോട് കോഴിക്കോട് മേയർ അന്ന് ബിനിയായിരുന്നു. ബിനിയോട് മേയറോട് ഞങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾ അറിയണം, ഒരു ഹൈക്കോടതി വിധി നിയമവിരുദ്ധമായ കെട്ടിടം എന്ന് പറഞ്ഞൊരു കെട്ടിടത്തിന് കോർപ്പറേഷന്റെ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോ 5:30 മണിക്ക് പ്രത്യേക യോഗം വിളിച്ചിട്ട് അവിടെ പരിപാടി നടത്താൻ അനുവാദം കൊടുത്തു. അപ്പൊ ഞങ്ങൾ യോജിക്കുന്നത്, ഒരു സാധാരണക്കാരൻ ഒരു കെട്ടിടം പണിതാൽ ഒരു 10 സെന്റിമീറ്റർ പുറത്തോട്ട് വന്നാൽ ഇവർ അനുവാദം കൊടുക്കുവോ? ഇവിടെ 2 മാസം മുമ്പ് കമ്പി പുറത്തായിട്ടുള്ള കോൺക്രീറ്റ് പാളികൾ തകർന്നു വീഴാറായിട്ടുള്ള കെട്ടിടത്തിന് ഇവിടെ 2 മാസം മുമ്പ് അനുമതി കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ലോബിയുണ്ട്. കോർപ്പറേഷനുള്ളിലെ ചില ഉദ്യോഗസ്ഥർ ഈ കോർപ്പറേഷന്റെ ഭരണാധികാരികളുടെ കമ്മീഷൻ പറ്റുന്നവരാണ്. അവരാണ് ഇവരുടെ ഏജന്റ്, ബിനാമികൾ. ഇങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് കെട്ടിടങ്ങൾ, നിങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ കാണിക്കാം. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. അതുകൊണ്ട് മേയർ സദാശിവനെതിരെ, ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നത്. ഇവിടെ നിന്നിട്ട് എന്താ കാര്യം?
ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നൊരു മുന്നറിയിപ്പ് കൂടി പ്രകാശ് ബാബു നൽകുന്നുണ്ട്. എന്തായാലും വലിയ അനാസ്ഥയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നതാണ്. സമാനമായ സംഭവങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബിജെപി ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വലിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇത് ഒരു തുടർക്കഥയാണ്. അവിടെ പല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത്തരം ഒരു ആരോപണം ബിജെപി ഉന്നയിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് ഈ അപകടമുണ്ടാകുന്ന സമയത്തെ CCTV ദൃശ്യങ്ങളാണ്. ആ കെട്ടിടത്തിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ അപകടമുണ്ടായതറിഞ്ഞ ആളുകൾ അവിടേക്ക് ഓടിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കതിൽ കാണാം. എന്തായാലും വലിയൊരു അപകടമുണ്ടായിരിക്കുന്നു. 3 തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തടയാൻ പറ്റുന്ന ഒരു അപകടമായിരുന്നു, അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അപകടമായിരുന്നു. ഇതിപ്പോൾ വരുത്തി വെച്ചതാണ് എന്നതാണ് ഉയരുന്ന ആരോപണം. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് 3 കയറ്റിറക്ക് തൊഴിലാളികളാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിങ്ങനെ 3 തൊഴിലാളികളാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർ, അവരുടെ നില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഗുരുതരമായ പരിക്കുകളോടെയാണ് അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 4 തൊഴിലാളികൾ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2 വർഷം മുൻപ് പൊളിച്ചു നീക്കണം എന്ന് കോർപ്പറേഷൻ നിർദ്ദേശിച്ച കെട്ടിടമാണ്. പക്ഷേ പിന്നീട് വീണ്ടും അനുമതി വാങ്ങി അവിടെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരികയായിരുന്നു. അരിപ്പൊടിയുടെ ഒക്കെ ഗോഡൌൺ ആയിട്ടാണ് ആ കെട്ടിടം ഇപ്പോൾ ഉപയോഗിച്ചു വന്നിരിക്കുന്നത്. ആ കെട്ടിടത്തിന് മുൻവശത്ത് സൺഷെയ്ഡിന് താഴെ ഇരുന്ന് വിശ്രമിച്ച തൊഴിലാളികളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒന്ന് ഗോഡൌൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇടമാണ്, തിരക്കുണ്ടാകുന്ന സ്ഥലമായി അല്ല. മറ്റൊന്ന് വെയിൽ കൊള്ളാതെ ഇരിക്കാൻ പറ്റുന്ന ഇടം എന്നത് നിലയിലാണ് തൊഴിലാളികൾ അവിടെ വിശ്രമത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവിടെ സ്ഥിരമായി ഒരുപാട് തൊഴിലാളികൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഒരുപക്ഷെ ഉച്ചയ്ക്ക് 1 മണി മുതലൊക്കെയുള്ള സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നതെങ്കിൽ കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും തൊഴിലാളികളുടെ എണ്ണം കുറവായിരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും 3 പേരുടെ മരണത്തിന് ഇട നൽകിയിരിക്കുകയാണ്. പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയ ദാരുണമായ സംഭവമാണ്. അത് വരുത്തിവെച്ച വിന എന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.